ജിയോഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വ്യൂസ് കളയുന്ന ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അല്ലേ, ഒരുപാട് പേര് ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങി നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണോ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് ഇല്ലാത്തത് എന്ന് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം. നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചാനലിൽ ഈ ഒരു സെറ്റിംഗ്സ് ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത് അല്ലെങ്കിൽ മാറിയാണോ കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ വ്യൂസ് ഇല്ലെങ്കിൽ അത് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാം, നമ്മൾ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ സെറ്റിംഗ്സുകളെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം ശരിക്കും നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങി നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം എന്നെ പോലുള്ള മറ്റുള്ള ടെക്കുകാരുടെയും എൻ്റെയൊക്കെ ആരുടെയായാലും വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ കയറിയിട്ട് നമുക്ക് തോന്നും നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയേക്കാം, എൻ്റെ അങ്ങനെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പെട്ടെന്ന് കയറി സെറ്റിങ്സുകളെല്ലാം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ചാനലിന് മോശമായിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഓരോ സമയത്ത് ഓരോരോ അപ്ഡേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് കയറി ചേഞ്ച് ചെയ്യുന്ന സെറ്റിങ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇംപ്രഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് മറ്റൊരു ആൾക്കാരിലേക്കായുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്കല്ല പോവുക, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആൾക്കാരിലേക്കാണ് അതിൻ്റെ സെറ്റിങ്സ് മാറുന്ന സമയത്ത് റെക്കമെൻഡേഷൻ നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പോയിട്ട് നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ പരിചയമില്ലാത്ത ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്ന സമയത്ത് കണ്ടന്റ് നല്ലതല്ലെങ്കിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യാനോ കയറി കാണാനോ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റിങ്സിലോട്ട് പോകാം. പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല, എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് വൈറ്റ് സ്റ്റുഡിയോ ലോഗിനോ യൂട്യൂബ് സ്റ്റുഡിയോ സെർച്ച് ചെയ്യാം. പണ്ടൊക്കെ നമുക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് അവിടെ ഒരു അറബി വേർഡ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കാണിക്കുക. അപ്പോൾ വലത്തോട്ട് ഒരു ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ ഡെസ്ക്ടോപ്പ് സൈഡിലോട്ട് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈഡിലേക്ക് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇതിങ്ങനെ കയറി നോക്കുമ്പോൾ ഇത് കട്ടാക്കി കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കട്ടായി പോകും. റേഞ്ചിൻ്റെ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇത് ഓണായി വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ജസ്റ്റ് ക്ലോസ് അടിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈഡിലേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സെറ്റിങ്സ്, ഇവിടെ ഒരുപാട് സെറ്റിങ്സുകൾ എന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ ചാനലിലെ സെറ്റിങ്സുകളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ അടിയിൽ ഇടത്തെ സൈഡിൽ അടിയിൽ സെറ്റിങ്സ് ചിഹ്നം കാണിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഡിഫാൾട്ട് കണ്ടോ, ഈ ചാനൽ എന്ന് എഴുതിയതിൻ്റെ അടിയിൽ അപ്ലോഡ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്ലോഡ് ഡിഫാൾട്ട് കണ്ടോ, അപ്ലോഡ് ഡിഫാൾട്ട് എടുക്കുന്ന സമയത്ത് ഈ ചാനലിൻ്റെ അടിയിൽ അപ്ലോഡ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞ സെറ്റിങ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കാറ്റഗറി, ഈ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ്. അതായത് എൻ്റെ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ കാറ്റഗറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ കാറ്റഗറി കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു കാറ്റഗറി ഒരു കാരണവശാലും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്നും ചെയ്യാത്ത ചാനലുകളാണെങ്കിൽ, സെറ്റിങ്സുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഇവിടെ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന കാറ്റഗറി, അതായത് ഈ ഒരു പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ റൺ ചെയ്യുന്നുണ്ട് കണ്ടോ. ഈ ഒരു കാറ്റഗറിയിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു സെറ്റിങ്സും ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ കൊടുത്ത ആ ഒരു കാറ്റഗറിയിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു കാറ്റഗറി ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാനോ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റിയിട്ട് കൊടുക്കാനോ പാടില്ല. വേറെ കാറ്റഗറി മാറ്റാനോ പാടില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എന്ത് ചെയ്യും, ഫ്രീസായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പ് സൈഡിലോട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു സെറ്റിങ്സ്, അതായത് നമ്മുടെ കാറ്റഗറി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചാനൽ, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് മിക്സ്ഡ് കാറ്റഗറി നിങ്ങൾ ഒരു സെറ്റിങ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അതായത് സെറ്റിങ്സുകളൊന്നും ചെയ്യാത്ത ചാനലാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ എന്ത് വീഡിയോസ് ആണോ അതിൻ്റെ അകത്ത് ഇടുന്നത് എന്തായാലും മിക്സ്ഡ് വീഡിയോസ്, അതായത് മിക്സ്ഡ് കാറ്റഗറി, എല്ലാ വീഡിയോസും കൂടെ മിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. ഈ ഫാമിലി വ്ലോഗ് ചാനലുകളും അങ്ങനെയുള്ള സംഭവങ്ങളും കുക്കിംഗ് ചാനലുകളൊക്കെ കൂടുതലായിട്ട് ഹൗ ടു സ്റ്റൈൽ ഉപയോഗിച്ചാലും പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് കാറ്റഗറി ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ചാനൽ മറ്റുള്ള എന്നെ പോലെ ടെക്കുകാർ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ കാറ്റഗറി അതല്ലല്ലോ,
പെട്ടെന്ന് ചേഞ്ച് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് ഈ ഒരു കാറ്റഗറി മാറ്റി നമ്മൾ ഈ പറയാൻ നമ്മൾ എന്താണോ നമ്മുടെ ചെയ്യുന്ന വീഡിയോസിന്റെ കാറ്റഗറി അത് പെട്ടെന്ന് പോയി സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കാറ്റഗറി പെട്ടെന്ന് മാറ്റുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ വ്യൂസ് ഒറ്റയടിക്ക് സ്റ്റക്കായി പോകും. പല രീതിയിൽ നമ്മുടെ ചാനലിലെ വ്യൂസ് കുറയാനുള്ള കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാം, വീഡിയോസ് ഡിലീറ്റ് ആക്കുന്ന വഴി, പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്കോ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ചാനൽ വരുന്നത് വഴി, പിന്നെ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ വരുന്നത് വഴി, പിന്നെ അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മുടെ ആരെങ്കിലൊക്കെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ചാനൽ വ്യൂസ് ഫ്രീസ് ആവും. പിന്നെ ഈ ബോട്ട് സബ് കാര്യങ്ങൾ, വാച്ച് ടൈം ഇതൊക്കെ കയറ്റുമ്പോഴൊക്കെ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. അങ്ങനെ ഒരുപാട് രീതിയിൽ ഫ്രീസ് ആവും. പക്ഷെ ഇതും ഒരു കാരണമാണ്. നമ്മുടെ കാറ്റഗറി നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്തൊക്കെ മാറ്റി എന്ന് പറഞ്ഞാലും ഈ ഒരു സെറ്റിങ്സ് മാത്രം നിങ്ങൾ തുടങ്ങുന്ന സമയത്തൊന്നും മാറ്റിയിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് സെറ്റിങ്സ് വീഡിയോസ് ഇടുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു ഐഡിയ, അതിനാണ് പറയുന്നത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം നമ്മൾ എന്ത് വീഡിയോസാണ് മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്തോ ഒരുപാട് ടെക്കുകാരുണ്ട്, അവർ വർക്ക് ചെയ്യുന്ന പെയ്ഡ് സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സെറ്റിങ്സുകളെല്ലാം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾക്ക് ആ സെറ്റിങ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട വരില്ല. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യേണ്ട ഏതാണോ കാറ്റഗറി അവർ ആ ഒരു നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് ആ വീഡിയോസ് എത്താനായിട്ടുള്ള സെറ്റിങ്സുകളൊക്കെ കാറ്റഗറിയൊക്കെ സെലക്ട് ചെയ്ത് വെക്കും. അതേസമയം നിങ്ങൾ ഒരു വീഡിയോസ് ഇട്ട് 5-6 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് സെറ്റിങ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യുവാണെങ്കിൽ ഒരു കാരണവശാലും കാറ്റഗറി എന്ന് പറയുന്ന സാധനം മാത്രം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവിടെ സ്റ്റക്കായി പോകുന്നതായിരിക്കും. കാരണം നമ്മുടെ വീഡിയോസ് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്കല്ല പോവുക, പുതിയതായിട്ട് കുറെ ആൾക്കാരിലേക്കാണ് പോവുക. അപ്പൊ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരിലേക്ക് വീഡിയോസ് എത്തുന്ന വഴി നമ്മുടെ വീഡിയോ അവിടെ സ്റ്റക്ക് ആവും. പിന്നെ കുറച്ച് ടൈം എടുക്കും, കുറെ കാലം എടുക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് ക്ലിക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ ചാനലിലെ റീച്ച് കൂട്ടാനും സഹായിക്കും, എന്നാൽ പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ റീച്ച് കുറയ്ക്കാനും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.